Let me sing you a song about old Jimmy Carter. അത് കാണാനൊന്നും നിൽക്കണ്ട. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഓഫ് ചെയ്യേ. പോയി കിടന്നുറങ്ങ. ഉറങ്ങാനും ടൈം ആയിട്ടില്ല. ഇല്ലെങ്കിൽ ഉറങ്ങണ്ട. പോയിരുന്നല്ലോ വായിക്കേ. വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകമൊക്കെ തീർന്നു. എന്നാ പോയി തലകുത്തി വയ്ക്കേ. ഓടിയാപ്പുറത്ത്. എന്തിനാ അവളോട് വെറുതെ? എന്നാ പിന്നെ നിന്നോടാവാം. എന്നോട് എന്ത് വേണമെങ്കിലും അയക്കൂ. 4 പേരെ കൊണ്ട് അതും ഇതും പറയിക്കാനായിട്ട് നമ്മളിനി അധികം ഇവിടെ നിൽക്കണം. നിങ്ങൾക്ക് ഈ വീട്ടിൽ ഇനി സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ട, നമ്മൾ നാളെ മറ്റന്നാളെ പോവും. അതെ, ഇതൊക്കെ ഇരുന്നാട്ടെ. ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുട്ടുവാക്കിന് മാറിയിരുന്ന്. ചേട്ടൻ ഇരിക്കുന്ന ഇരുന്നാട്ടെ. നോക്കുന്നു ശാലം, നല്ല ഒന്നാമതൊരു സാധനമാ. സ്കോച്ചിൽ സ്വല്പം കൊള്ളാവുന്നൊരു ക്വാളിറ്റിയാ. നോക്കിയാട്ടെ, നോക്കിട്ട് പിടിക്കുന്നെങ്കിൽ കഴിച്ചാ മതി. ഇതല്ലയോ നിന്റെ ക്ലാസ്? അതെ. ഒരു പെഗ് ഒഴിക്കും. അതല്ലയോ ഞാൻ പറഞ്ഞേ. ഒന്നുകൂടെ ആവാം. അല്ലേ, ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നൂടെ. ഇദ്ദേഹം ഇതിപ്പോ നിലപ്പൊഴൊന്നുമല്ല, അതാ കഴിപ്പ് കണ്ടാൽ അറിയാം. അതും ഇതേ സാധനം തന്നെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുമുണ്ട്. അവിടെ ഈ പാർട്ടിക്കും ടൂറിനൊക്കെ പോകുമ്പോ ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്താ ഈ പാർട്ടിന്നും കക്കൂലിന്നും ഒക്കെ പറഞ്ഞ് ഓസിന് കുടിക്കാൻ ചെല്ലുമ്പോഴേ ഞങ്ങൾക്കിത് കാണാൻ കിട്ടുള്ളൂ എന്നാണോ കുഞ്ഞൻ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല, എന്നും ഇത് അതൊക്കെയല്ല. അതുകൊണ്ട് ഇത് കിട്ടാത്തപ്പോ കഴിക്കുന്നത് പട്ടയാണെന്നാണോ വിചാരം? അവൻ പെരുമാറി തുടങ്ങി. ഒരു സ്വല്പം ഗ്യാപ്പിട്ട് കഴിച്ചാൽ മതി. ചേട്ടൻ ഇപ്പൊ തന്നെ അല്പം ഹയ്യാ. എന്തോന്ന് ഹയ്യ്? എടോ കുഞ്ഞ, അപ്പോ താനായി ഈ വീട് വാങ്ങിക്കാൻ പോകുന്നത്? താൻ ഈ വീട് മേടിക്കുവോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചാല് താൻ ഈ വീട് മേടിക്കുവോ എന്നാ ഞാൻ ചോദിച്ചത്. ഇദ്ദേഹം എളിമയൊന്നും എല്ലാവരും കൂടെ സന്തോഷമായിട്ട് തന്നാ കുഞ്ഞത് നന്ദിയോടെ സ്വീകരിക്കും. ഓഹോ, അപ്പൊ അങ്ങ് സ്വീകരിക്കാൻ റെഡിയായിട്ടിരിക്കുക. എന്നിട്ട് താൻ ഇവിടെ ഇക്കണ്ട കാലം മുഴുവൻ സുഖമായിട്ടങ്ങ് ജീവിക്കും. ചേട്ടാ എന്താ ഇത്? ഓ, പറയാൻ പാടില്ലല്ലോ അല്ലേ? നിന്റെ മുതലാളിയാണല്ലോ. ഇനി കഴിക്കണ്ട. ഇല്ല. പക്ഷേ എടോ, തനിക്കിവിടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിയാനൊന്നും പറ്റത്തില്ല. ആ വിവരം തനിക്കറിയാം. ഇവിടെ മുക്കിലും മുറിയിലും പറമ്പിലും പുല്ലിലും ഒക്കെ അമ്മ വന്ന് നിൽക്കും. ചേട്ടാ, എടാ, അമ്മയുടെ മുമ്പ് ഇയാൾക്ക് ഇരിക്കാനൊക്കോ?
അമ്മയുടെ മുമ്പ് ഇയാൾ ഇരിക്കോ? ഇരിക്കോ? അല്ല ഇതൊരു ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഞാൻ വന്നതൊരു മെനക്കേടായി അല്ലേടാ? ചേട്ടാ എന്താ ഇത്? ചേട്ടാ ചേട്ടാ എന്താ ചേട്ടൻ ഈ കാണിക്കുന്നത്? മാറി ചേട്ടാ, എന്താ കുടിക്കാനറിയാം, എനിക്ക് കുടിക്കാൻ ചേട്ടാ പറയുന്ന കേൾക്കാതെ. എന്തൊക്കെയാന്ന് ഇത്? ഇവിടെ ആദ്യമായി ഇങ്ങനെ ഒരു ഈശാഘോഷ എന്റെ ഓർമ്മയിൽ. അതെന്താന്ന് നിനക്കറിയാം? ഇവിടെ ഇപ്പോ അമ്മയില്ല. അമ്മയില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പലതും നടക്കും. മതി, ഞാൻ അപ്പോഴേ പറഞ്ഞു. വാ. എടാ മണി, എന്താ നീ വിചാരിക്കുന്നേ? ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാസാമാസം കിട്ടുന്ന പലിശയും അടച്ച് അമ്മ അവിടെ സുഖമായിട്ടങ്ങ് കഴിഞ്ഞോളൂ എന്നാണോ? അമ്മയ്ക്ക് അവിടെ ഒരു ദിവസം കഴിയാനൊക്കത്തില്ല. ഈ വീടും പറമ്പും വിട്ടാൽ അമ്മയ്ക്ക് ശ്വാസം പൊട്ടും. വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട മീൻ പോലെ ആയിരിക്കും അവിടെ അവര്. എന്താ നാട്ടുകാരെയും കൂടെ അറിയിച്ചിട്ടേ സമാധാനാവുള്ളൂ. നടക്ക്. വിളിച്ചിരുത്തി കള്ളു കൊടുത്തിട്ട് വലിയ അത്യാവശ്യമല്ലായിരുന്നോ? അത് വന്നെങ്കിരുന്നല്ലേ, ആരെ വിളിച്ചിരുത്തി? ഏതായാലും ഇന്നത് മതി. എത്ര നേരത്തെ ജോലി തീർത്ത് പോവാനുള്ളതിന് പകരം ജോലി തീർന്നല്ലേ പോകാനൊക്കുള്ളൂ. കേട്ടല്ലോ, നാളെ രാവിലെ ഇടപാട് നടത്തിക്കോണം. ഇത് കേട്ടാൽ എന്റെ ഭാഗത്ത് നേരിട്ട് താമസം വന്നവരാണല്ലോ. കാലത്ത് എല്ലാരും വിളിച്ചോണ്ടെങ്കിൽ വരാം. അളക്കണ്ടായോ? അളന്നോളും. അമ്മ വന്നാട്ടെ, പ്രേയറിന് സമയമായി. പ്രേയർ ഹാളിലേക്ക് വരണം. ആ, എല്ലാരും അവിടെ തന്നെ വന്നിരുന്ന് പ്രാർത്ഥിച്ചോണമെന്നുണ്ടോ? എന്നില്ല, എന്നാലും എല്ലാരും വരും. അവിടെ വന്നിരുന്നിട്ട് അമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി, അല്ലെ ചുമ്മാതിരിക്കാം. എന്തുമാതിരിയുള്ള പ്രാർത്ഥനയാ? ഇന്ന് മൺഡേ അല്ലേ? സൺഡേയും മൺഡേയും ക്രിസ്ത്യൻ പ്രയർ, ചൊവ്വയും വെള്ളിയും ഹിന്ദു, ബുധനും വ്യാഴവും മുസ്ലിം, സാറ്റർഡേ സർവമത പ്രാർത്ഥന. അമ്മ വരണം. ഇവിടെ തനിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ വന്നിരിക്കുന്നത്. വന്നാട്ടെ. പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തയായ മാതാവേ, ഏറ്റവും വിവേകവതിയായ കന്യകേ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകേ, കനിവുള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങളുടെ ആനന്ദത്തിന്റെ പാത്രമേ, സ്വർഗത്തിന്റെ വാതിലേ, ഉഷക്കാലത്തിലെ നക്ഷത്രമേ, ദീർഘദർശികളുടെ രാജ്ഞി, ശ്ലീഹന്മാരുടെ രാജ്ഞി, അമലോത്ഭവയായ രാജ്ഞി, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, 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 കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.